കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, എന്തും വിളിച്ചു പറയാൻ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നടക്കത്തില്ല എന്നുള്ളതാണ്. അടുത്ത ഭരണം ആർക്ക് എന്ന് പോലും അറിയില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മളെ സലീം ചാടി ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ പണി കോൺഗ്രസിന് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF സംബന്ധിച്ചിടത്തോളം പാർട്ടി ഘടകങ്ങളെക്കാളും ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഇടത് വിരുദ്ധമായ ആൾക്കൂട്ടത്തിൽ നിന്നാണ് കോൺഗ്രസ് മുന്നോട്ട് കയറി വരിക. കോൺഗ്രസിന്റെ കാര്യത്തിലും UDF കാര്യത്തിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളതിനുള്ള ആരോഗ്യം ഇന്ന് ആ സംവിധാനത്തിനില്ല. അവരിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ച കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളി, വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്കുള്ള നല്ല സാധ്യത. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ മീൻസ് ആ തരത്തിലേക്ക് സമൂഹത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം സർക്കാരിന് പ്രതികൂലമായ ചർച്ചകളും വാർത്തകളുമായിരുന്നു. നമസ്കാരം. കോൺഗ്രസിന് പുതിയ ഒരു മുഖം വന്നിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വലിയ രീതിയിലേക്ക് ഭൂരിപക്ഷം നേടുകയും അതോടനുബന്ധിച്ച് വലിയ രീതിയിലേക്ക് ഒരു ഉത്തേജനം വന്നിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. റാഷിദാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. റാഷിദ് പല ഇലക്ഷനൊക്കെ പ്രവചിച്ച ഒരാൾ കൂടെ തന്നെയാണ്. നമസ്കാരം. എന്തായിരിക്കും ശരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ? രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല, സുകുമാരൻ നായർ കൂടിക്കാഴ്ച, ആ തരത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ പ്രതീക്ഷിച്ചതാണ്. ഒരു ഘട്ടം വരെ ആളുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉയർന്നു വരുമോ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അത് ആ തരത്തിൽ പോയാൽ കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്നിരുന്നാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലുള്ള സൂചനകൾ. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഇനിയുണ്ട്? അത് ഏറെ പണി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് ഏകദേശം ഒരു 4-5% വോട്ട് കൂടുതൽ UDF പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ സംവിധാനത്തിന് എത്തിക്കണം. അതിന് കേവലം ഏതെങ്കിലും ഒരു സമുദായ ശക്തികളുടെ നേതാക്കളെ കണ്ടതുകൊണ്ടോ ആ രീതിയിലുള്ള മാത്രം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ മാറി വരും എന്നില്ല. അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും. അത് ഇപ്പം പ്രത്യക്ഷത്തിൽ നമ്മൾ മുന്നിൽ കാണുക ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള, അതേപോലെ ഹൈന്ദവ വിഭാഗങ്ങളിലെ, ക്രൈസ്തവ വിഭാഗങ്ങൾ, ആ ഒരു രീതിയിൽ രാഷ്ട്രീയ നേതാക്കൾ അവരെ സന്ദർശിക്കുന്നത് നല്ല കാര്യമാണ്, ബന്ധം കീപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം എത്തുക, ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോ നോക്കിയാൽ അറിയാൻ പറ്റും, കാസർഗോഡ് ടു തൃശ്ശൂർ വരെ ഒരു ബെൽറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പാലക്കാട് വരെ ഒരു ബെൽറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ്, ഈ നമ്മൾ കോട്ടയം മറ്റുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴാണ് എത്രത്തോളം സ്ട്രോങ് ആണ് ശരിക്കും അവിടെ ശരിക്കും ഒരു എന്താണ് പറയാ, കുറച്ച് ആളുകൾ കോൺഗ്രസിലേക്ക് വരാതെ, മുസ്ലിം ലീഗിലൊക്കെ അവിടെ വലിയ രീതിയിലേക്ക് സ്വാധീനം കുറവുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ശരിക്കും ഈ ഭാഗത്ത് ശരിക്കും എന്താണ് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോട് കൂടി വലിയ രീതിയിലേക്ക് കയറി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ എറണാകുളം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ രീതിയിലേക്ക് സ്വാധീനമില്ലാത്ത രീതിയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം ആ ഏരിയയിലൊക്കെ എങ്ങനെയൊക്കെ യോജിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കോൺഗ്രസ് തിരിച്ചു കയറാൻ കഴിയാന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നോർത്ത് സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ഒരു ചർച്ചകൾ നടക്കാറുണ്ട്. അതേപോലെ ഈ പറഞ്ഞത് തൃശ്ശൂരിനപ്പുറം തൃശ്ശൂരിനിപ്പുറം എന്നുള്ള ഒരു രീതിയിലേക്ക് ഭാവിയിൽ കേരള രാഷ്ട്രീയം മാറിയേക്കാം. തൃശ്ശൂരിനപ്പുറത്ത് BJPക്കുള്ള സാധ്യതകൾ പോലും ചർച്ച ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ബെൽറ്റിനെ കേന്ദ്രീകരിക്കുന്ന കേരളത്തിൽ പൊതുവായി വരുന്ന പൊളിറ്റിക്കൽ ട്രെൻഡാണ് മുന്നണികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ ട്രെൻഡ് ഇപ്പൊ എന്താണ് ശരി? ആ ട്രെൻഡിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരായ വികാരം കേരളത്തിലുണ്ട്. പക്ഷെങ്കിൽ അവിടെ ഭരണകൂടത്തിനെതിരെ വികാരം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എതിർപക്ഷത്ത് കോൺഗ്രസിനെ വോട്ട് ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് സംഘടിതമായി കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് പോലെ ഒരുമിച്ച് നിന്നൊരു പാലക്കാടിന്റെ പല സൂചനകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ യുവ നേതാക്കളും സീനിയർ നേതാക്കളും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഐക്യം പാലക്കാട് പ്രകടമായി അതിന്റെ ബലമായി വലിയ 43-44% വോട്ട് ത്രികോണ മത്സരം നടന്ന പാലക്കാട് പിടിച്ചു എന്നുള്ളത് കോൺഗ്രസ് മുന്നിലുള്ള മാതൃകയാണ്. പക്ഷെ കോൺഗ്രസ് അത് മാറി ജയം ഉറപ്പിച്ച് 2021 തെരഞ്ഞെടുപ്പ് പോലെ ചില മാറ്റങ്ങൾ ഗ്രൂപ്പ് രാഷ്ട്രീയവും സീനിയർ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിടക്കല്ല, അവരുടെ അധികാരത്തിലേക്കുള്ള താല്പര്യങ്ങൾ, അത് ഏത് രാഷ്ട്രീയത്തിനും ഭാഗമാണ്. ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ പണി കോൺഗ്രസിന് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഉറപ്പാണ്. അതെ. അപ്പോ ഇതില് പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തില്, കേരളത്തിൽ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ്. അതിപ്പം രമേശ് ചെന്നിത്തല ഒരു റീ എൻട്രി എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. സമാനമായിരുന്ന ഒരു സാഹചര്യമാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള, ഏകദേശം ഈ 2024 അതേ ലെവലിലുള്ള വിജയം കോൺഗ്രസിനും UDFനും കിട്ടിയപ്പോൾ അതിനുശേഷമായിരുന്നു അന്ന് വരെ ഒരു വലിയ ഉൾവലിഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി സാർ രാഷ്ട്രീയത്തിലേക്ക് റീ എൻട്രി ചെയ്ത് സമാനമായി ഇന്ന് വീണ്ടും പ്രതിപക്ഷ നേതാവ്
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പൊളിറ്റിക്കൽ എൻട്രിയാണ്. ആ പൊളിറ്റിക്കൽ എൻട്രി ഓവറോൾ UDF-ന് ഓവറോൾ കോൺഗ്രസിന് ഗുണകരമാവുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റമാണെങ്കിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും. അതല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അത് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് പ്രതികൂല സാഹചര്യം ഉണ്ട്. അതായത് കോൺഗ്രസിന്റെ കാര്യത്തിലും UDF-ന്റെ കാര്യത്തിലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളതിനുള്ള ആരോഗ്യം ഇന്ന് ആ സംവിധാനത്തിനില്ല. പൊതുജനം പുതിയ കാലം മാറിയിരിക്കുന്ന ഒരു 1.5 പതിറ്റാണ്ടിന്റെ ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ രാഷ്ട്രീയത്തെ വാച്ച് ചെയ്യുന്ന പുതിയ തലമുറയിലേക്ക് ആകർഷിക്കപ്പെടേണ്ട ഒരു കാലമാണ്. ആ തരത്തിൽ വരുമ്പോൾ അവരിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം മുന്നോട്ട് വെച്ച കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളി, വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്കുള്ള നല്ല സാധ്യത. എനിക്ക് 2 ചോദ്യമുണ്ട്. രണ്ടും കൃത്യമായ ഉത്തരം താങ്കൾ നൽകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള സംഭവം ചേലക്കരയിൽ പിടിച്ചു നിന്ന ഒരു സംഭവം തന്നെയാണ്. ചേലക്കരയിൽ സ്ഥാനാർത്ഥി മോശമോ അതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് ശരിക്കും ഇടതുപക്ഷ സർക്കാർ ശരിക്കും അവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിച്ചതാണ് ശരിക്കും ചേലക്കരയിലൂടെ. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ പോലും അപ്പോ ഭരണവിരുദ്ധ വികാരം ബേക്കപ്പ് ചെയ്യാവുന്നതുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ശരിക്കും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്. രണ്ടാമത്തത് കോൺഗ്രസില് പല രീതിയിലേക്കും പല ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പഴയ ആളുകളെ മൊത്തം വെട്ടിനിരത്തി പുതിയൊരു ന്യൂജൻ ഒരു കാഴ്ചപ്പാടിലേക്കാണ് കോൺഗ്രസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഷാഫി പറമ്പിൽ ഇപ്പൊ എടുക്കുന്ന ആളുകളാവട്ടെ, സന്ദീപ് വാര്യർ, ഈ മറ്റുള്ള ആളുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇവരൊക്കെ ഒരു കെട്ടുറപ്പില്, ഉമ്മൻചാണ്ടി വിഭാഗം ഏകദേശം നല്ല രീതിയിലേക്ക് കെട്ടുറപ്പില് അത്യാവശ്യം നല്ല യൂത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പൊട്ടിത്തെറി ഇല്ലാതാക്കുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബാധ്യതയാണ്. അത് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് അണികളോട് കോൺഗ്രസ് അണികളോടും ചെയ്യേണ്ട ഒരു നമ്മൾ ഇതിൽ പലപ്പോഴും ചിന്തിക്കേണ്ട വിഷയം, കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, എന്തും വിളിച്ചു പറയാൻ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നടക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരം സംഭവ സാഹചര്യങ്ങൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്, പൊട്ടിത്തെറി എന്നുള്ളത്. ഉദാഹരണത്തിന് വേണ്ട, ഇലക്ഷൻ തുടങ്ങിയില്ല, അടുത്ത ഭരണം ആർക്ക് എന്ന് പോലും അറിയില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ സരീനെ പോലുള്ള ഒരുപാട് പേര് ശരി കോൺഗ്രസിലുണ്ട് ഇപ്പോഴും. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ പൊട്ടിത്തെറികളൊക്കെ തരണം ചെയ്ത് ജയത്തിലേക്ക് എത്താനുള്ള രാഷ്ട്രീയ ആരോഗ്യ കോൺഗ്രസ് ഉണ്ടായിരുന്നു, UDF ഉണ്ടായിരുന്നു. അടിച്ചമർത്തി കോൺഗ്രസ് നേതാക്കന്മാരെ, പഴയ ആളുകളെ അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല വീണ്ടും തലപൊക്കുമ്പോൾ രമേശ് ചെന്നിത്തല തലപൊക്കുന്നു എന്നുള്ള പ്രയോഗത്തിന് പ്രസക്തിയില്ല. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. അത് ആ രീതിയിൽ രമേശ് ചെന്നിത്തലക്ക് വലിയ പ്രസക്തിയുണ്ട്. പക്ഷെ ഇന്ന് ഒരു ഫ്ലോയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വിജയ ഫോർമുലയിലൂടെ സഞ്ചരിക്കുന്നതിനിടെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവും ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ കോൺഗ്രസിന് അത് കൃത്യമായ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഈ ബെൽറ്റ്, അപ്പുറത്തേക്കുള്ള ബെൽറ്റ്, മലബാർ വിട്ടാൽ അപ്പുറത്തേക്കുള്ള ബെൽറ്റ്, അത് ശരിക്കും എത്രത്തോളം ആയിരിക്കും? ഇപ്പോ ജോസ് കെ മാണിയുടെ പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം സംഭവങ്ങളിലൊക്കെ ശരിക്കും തിരിച്ച് ഇപ്പോ പാർട്ടി മാറി വന്നാൽ പോലും ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഘടകങ്ങളെക്കാളും ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഇടത് വിരുദ്ധമായ ആൾക്കൂട്ടത്തിൽ നിന്നാണ് കോൺഗ്രസ് മുന്നോട്ട് കയറി വരിക. പ്രത്യേകിച്ച് ഇടത് വിരുദ്ധം ഭരണവിരുദ്ധ വികാരത്തിലൂടെയാണ് കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ. അതിനെ പൊലിപ്പിച്ച് നിർത്താനുള്ള രാഷ്ട്രീയ പരിശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്, UDF-ന്റെ ഭാഗത്ത് വരാനിരിക്കുന്ന ഒരു വർഷം ഉണ്ടാവേണ്ടത്. ആ രീതിയിൽ നിന്ന് മാറി നിലവിൽ ഒരാഴ്ചയായിട്ട് മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് കോൺഗ്രസിന്റെ ഉൾപാർട്ടി വിഷയങ്ങളും ഈ പഴയ രീതിയിൽ പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. അതിനുള്ള സ്പേസ് കൊടുക്കുമ്പോൾ കോൺഗ്രസ് 2 തരത്തിലാണ്. ചർച്ചയുടെ ഫോക്കസ് മാറും, അത് കോൺഗ്രസിന് പ്രതികൂലമാവും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവേണ്ട. ഇടതുപക്ഷം ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. അടുത്ത തവണയും ഞങ്ങൾ ഭരണത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. താങ്കൾക്കറിയാമല്ലോ, ആ ഒരു രീതിയിലേക്ക് ചേലക്കര കുറച്ചുകൂടെ ഈ ഇടതുപക്ഷത്തിന്റെ അത്തരം സംസാരങ്ങൾക്ക് കുറച്ചുകൂടെ പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്ന സാഹചര്യം. ചേലക്കരയിൽ ഈ ഭരണവിരുദ്ധ വികാരം വോട്ടർമാർ പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്, പ്രകടിപ്പിച്ചില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ചേലക്കര ഒരു വലിയ രീതിയിലുള്ള സ്ട്രോങ് ബെൽറ്റ് ആയിരുന്നു ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ 20,000-ഓളം വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അവിടെ വിജയം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ BJP ആണ് വോട്ട് വളർച്ച കാണിച്ചത്. ഈ BJP ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വളർച്ച ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ രീതിയിൽ കാണിച്ച ഏക മണ്ഡലമാണ് ചേലക്കര. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു 12,200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. നേരെ മറിച്ച് ആ BJP പിടിച്ച അധിക വോട്ട് കൂടി കോൺഗ്രസിലേക്ക് വരാനുള്ള അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു UDF-ന്റേതെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഈ ചേലക്കര സ്ട്രോങ് ബെൽറ്റിൽ ആ രീതിയിൽ പെർഫോം ചെയ്തത് കൊണ്ട് മാത്രം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് വാദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഉറപ്പാണ്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്ത് താങ്കൾ പറഞ്ഞ പോലെ BJP-യുടെ വോട്ടിംഗ് ശതമാനം കൂടി.
ഈ ഭരണവിരുദ്ധ വികാരം നേരെ BJP വോട്ടിങ്ങിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അത് ചില മണ്ഡലങ്ങളാവാതെ അത് എല്ലാ മണ്ഡലത്തിലും ആ രീതിയിൽ വരണമെന്ന്. അവിടെയാണ് LDF സംബന്ധിച്ച് ഒരു പൊതുവിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു മണ്ഡലത്തിൽ പാറ്റേൺ നോക്കിയിട്ടല്ല, അവിടെ ചിലപ്പോൾ രമ്യ ഹരിദാസിന് എതിരായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവുക. ആ രീതിയിൽ വരുമ്പോൾ ആ ഒരു മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ആ രീതിയിൽ ഉയർന്നു എന്നുള്ളത് എല്ലാ മണ്ഡലത്തിലും ഇല്ല. അത് ലെഫ്റ്റിന്റെ വോട്ട് കട്ട് ചെയ്തിട്ട് BJP കയറാം, UDFന്റെ വോട്ടും കട്ട് ചെയ്തിട്ട് കയറാം. പക്ഷെ പൊതുവിൽ UDFിൽ നിന്ന് BJPയിലേക്ക് പോകേണ്ട കേരളത്തിലെ വോട്ട് ഒരു ഘട്ടം വരെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി BJP ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ആ ഒരു സാഹചര്യം എന്നുള്ളത് ലെഫ്റ്റിന്റെ വോട്ടിൽ എത്രത്തോളം കടന്നു കയറും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ കാണിച്ച ഒരു രാഷ്ട്രീയ ചിത്രം. എങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോ വിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രകടമായി കണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു പാറ്റേൺ ആണെങ്കിലും ഈ വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ട് പാലക്കാട് പോലും ആ രീതിയിൽ CPM-ന് LDF-ന് വോട്ട് വളർച്ച കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുത്തക മണ്ഡലമായ ഇവിടെ ചേലക്കരയിലും പക്ഷേ സരീന അവിടെ നിർത്തിയിട്ട് പോലും 1500 വോട്ട് കൂടി. സരീനെ നിർത്തിയിട്ട് 1500 എന്നുള്ളത് വലിയൊരു രീതിയിലുള്ള വളർച്ചയല്ല. തീർച്ചയായും വലിയ രീതിയിലുള്ള വളർച്ചയാണ്. കാര്യം സരീന അംഗീകരിക്കാത്ത ഒരുപാട് പേര്. സരീൻ വരുമ്പം ഈ ഇടത് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് സരീൻ ഒരു കോൺഗ്രസിന്റെ വോട്ട് അടർത്തി വരും. അതേപോലെ തന്നെ ഒരു ബൈ ഇലക്ഷന്റെ അകത്ത് വലിയ രീതിയിൽ പ്രചരണം നടക്കുമ്പോൾ സ്വാഭാവികമായി കാണിക്കേണ്ട ഒരു വളർച്ച ഇടതുപക്ഷത്തുണ്ട്. ആ രീതിയിലേക്കൊന്നും വലിയ രീതിയിൽ വോട്ട് വളർച്ച അവിടെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ആ രീതിയിലുള്ള ഏകദേശം എന്തൊക്കെയാണ് ഈ സർക്കാരിന് പണി വളിയത്? അത് സ്വാഭാവികമായിട്ടും ഇപ്പോ 2 ടേമായി 8-9 വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് സ്വാഭാവികമായി ഉരുത്തിരിയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ പല വിഷയങ്ങളിലും പിന്നെ ഇപ്പോ ചേലക്കരയിലൊക്കെ നമ്മൾ നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൊടുത്ത വാർത്തകൾ മീൻസ് ആ തരത്തിലേക്ക് സമൂഹത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം സർക്കാരിന് പ്രതികൂലമായ ചർച്ചകളും വാർത്തകളുമായിരുന്നു. അത് പക്ഷെ അത്രത്തോളം വലിയ രീതിയിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല എന്നുള്ളതും ഒരു ഫാക്ടാണ്. അവിടെ ഈ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. താങ്കൾ പറയുന്ന പോലെ കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയുണ്ടോ താങ്കൾ? വ്യക്തിപരമായി എനിക്ക് ആരും അധികാരത്തിൽ വരുന്നുള്ള പ്രതീക്ഷ അതൊരു വിഷയമല്ല. നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോ താങ്കൾ പറയുന്നത് ഇത്തരം രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി ഉണ്ടായി അത് വലിയ രീതിയിലേക്ക് സ്ഫോടനമായി വരുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ശരിക്കും രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കൃത്യമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരും. കോൺഗ്രസിനുള്ള നല്ല സാധ്യതകളുണ്ട്. സ്വാഭാവികമായി ഇടതുപക്ഷത്തിനെതിരായി വരുന്ന വോട്ട് കേരളത്തിൽ സ്വാഭാവികമായി ഭരണമാറ്റം എന്നുള്ളത് UDF-ലേക്കാണ് സാധാരണഗതിയിൽ പോകാറ്. അതിന് മാറ്റം വരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു വളർച്ച BJP കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനും ഭരണവിരുദ്ധ വികാരമായിട്ട് ഉയർന്നു വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ചെന്നെത്തുക UDF-ന്റെ അധികാരത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് തന്നെയായിരിക്കും. കോൺഗ്രസിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വന്നാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നുള്ള സാധ്യതയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.